മാളവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ മാത്രമാണ് ഇതിനകത്ത് പേരിലൂരുകാരി അല്ലാത്തത്. അപ്പോൾ ശരിക്കും പേരിലൂരുകാരി അല്ലെങ്കിൽ പോലും അത്ര ഈ പറയുന്ന റിയൽ ലൈഫ് ക്യാരക്ടറുമായിട്ട് ഒരു ബന്ധമില്ല. പറ്റുന്ന അമളികളുമാണ് മൊത്തത്തിൽ. അത് കയ്യിൽ മണ്ടത്തരം ഉള്ളതുകൊണ്ടാണ് ഇഷ്ടംപോലെ അമളികൾ പറ്റുന്നത്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ എന്തായാലും മനസ്സിലാവും ഈ ക്യാരക്ടർ അങ്ങനെയാണ്. ട്രെയിലറിൽ കുറച്ച് നമുക്ക് കാണാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. നല്ല രസത്തിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും എന്നുള്ളതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നിങ്ങളാണല്ലോ പറയേണ്ടത് അതെങ്ങനെ വന്നിട്ടുണ്ടെന്നുള്ളത്. നിങ്ങളുടെ ക്യാരക്ടറിന് ത്രൂ ഔട്ട് ഒരു താല്പര്യമില്ലായ്മ ഉണ്ടല്ലോ ഇതിനകത്ത്. അപ്പോൾ അത് നിൽക്കും വേണം, എന്നാൽ ഹ്യൂമർ വർക്ക്ഔട്ട് ആവും വേണം. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഒരിക്കലും അധികം ചെയ്തിട്ടില്ല. അപ്പൊ അതിന്റെ അപ്രോച്ച് എങ്ങനെയാണ്? താല്പര്യമില്ലായ്മ എന്നുള്ളത് കഥയുടെ ഒരു ഒഴുക്കിനെ സംബന്ധിച്ച് വരുന്നതാണ്. ഫസ്റ്റ് എപ്പിസോഡിൽ അതിൽ മനസ്സിലാവും നമുക്ക് ഈ ഗ്രാമത്തിലേക്ക് വരാനൊരു താല്പര്യമുണ്ട്. പക്ഷെ അത് പിന്നെ അവിടെ നിന്നുള്ള നാട്ടുകാരുടെ പെരുമാറ്റവും നാട്ടുകാർ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കുന്ന കാര്യങ്ങളും കണ്ടിട്ടാണ് പിന്നെ ഇത് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളൊരു പോയിന്റിലേക്ക് എത്തും ഈ മാളവിക എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ. അതിലാണ് അതിന്റെ ഒരു ഫൺ ഇരിക്കുന്നത്. ആ ക്യാരക്ടറിന്റെ ഒരു ഫൺ ഇരിക്കുന്നത് അവിടെയാണ്. ഇതിൽ ഈ ആണ് കാണൽ സീനുണ്ടല്ലോ, അത് ട്രെയിലറിൽ എല്ലാവരും വളരെ പ്രതീക്ഷയോട് നോക്കിയിരിക്കുന്നതാണ്. നമ്മൾ പ്രിവ്യൂവിൽ കണ്ടിട്ടില്ല. അപ്പൊ അതിന്റെ ഷൂട്ടിങ്ങും അല്ലെങ്കിൽ അതിന്റെ ഐഡിയ തൊട്ട് തന്നെ എത്രത്തോളം എക്സൈറ്റിംഗ് ആയിരുന്നു. അതിലും ഈ പറഞ്ഞ സർക്കാസം സ്വഭാവം ഉണ്ടോ? രണ്ട്, ഇപ്പോ വിജയരാഘവൻ പറഞ്ഞായിരുന്നു ഹ്യൂമർ ചെയ്യാന്ന് പറയുന്ന ഒരു തിൻ ലൈനാണ്. അത് അങ്ങോട്ട് പോയാൽ ചെടിയാവും, ഇങ്ങോട്ട് പോയാൽ കറക്റ്റ് ആവും. അപ്പൊ ഹ്യൂമർ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്യുക, അത് സാഹചര്യത്തിനനുസരിച്ച് വരുന്ന ഹ്യൂമർ ചെയ്യുക, അതിന്റെ ഒരു അപ്രോച്ച് എങ്ങനെയുണ്ട്? ആടുകളും ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. ഞാൻ വരുമ്പോഴത്തേക്കും സണ്ണിയുടെ എൻട്രിമേക്ക് ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനത് കണ്ടിട്ടാണ് എൻ്റെ റിയാക്ഷൻസ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സണ്ണി അത് ഭയങ്കര രസമായിട്ട് ചെയ്തത് കൊണ്ട് തന്നെ അത് ചെയ്യുമ്പോൾ ഇത് നമ്മൾ മനസ്സിൽ കണ്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഷൂട്ട് ചെയ്യണം. നമ്മൾ ആ സമയത്ത് ഇങ്ങനെ എല്ലാവരും ഇരിക്കുമ്പോൾ അതിനെപ്പറ്റി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുക കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു പുതുമ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുന്നത്. അപ്പോൾ നമുക്കതൊരു സീനായിട്ട് ഷൂട്ട് ചെയ്യുന്നത് അഭിനയിക്കുന്നു എന്നുള്ളൊരു കമ്മിറ്റ് നമ്മൾ അങ്ങനെ ചിന്തിക്കണം. അവിടെ ഷൂട്ട് ചെയ്യുമ്പോൾ നല്ല രസമായിരുന്നു. ഹ്യൂമർ ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞിട്ട് വേണം ആരെങ്കിലും പറയാൻ ഞാൻ ഇതുപോലെ ഓർക്കാനുണ്ട് എന്നുള്ളത്. അപ്പോൾ ആ ടിൻ ലൈനിനെ പറ്റിയിട്ട് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ചേട്ടാ, ഈ സിനിമയിലെ ചേട്ടൻ സൈക്കോ ബാലനായിട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റെഫറൻസ് എടുത്തത് ശ്രീനിവാസൻ്റെ മുതലോടി അസോസിയേറ്റിലെ ആ ഒരു ക്യാരക്ടറാണെന്ന് പറഞ്ഞു കേട്ടിരുന്നു. അപ്പം അത് എത്രത്തോളം ഹെൽപ്പായിരുന്നു ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്? അതല്ല ഞാൻ കോപ്പി അടിച്ചത്. രോമാഞ്ചത്തിൽ അർജുന ഷോ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേൾക്കുമ്പം. സൈക്കോ ബാലേന്ദ്രൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി എനിക്ക്. ഒപ്പേട്ടൻ പറഞ്ഞപ്പം അങ്ങനെ ദീപുവിനെ പ്രവീഞ്ചേട്ടനെ ഫസ്റ്റ് അവിടെ ദീപു എന്നെ വിളിച്ചു, കഥ പറഞ്ഞു. കേൾക്കുമ്പോൾ ഭയങ്കര രസമാണ് ആയിരുന്നു. സൈക്കോയുടെ പ്രവർത്തികൾ ചെന്ന് ക്യാമറയുടെ മുന്നിൽ നിന്നപ്പോൾ ഞാൻ വളരെ കഷ്ടപ്പെട്ടു. അപ്പം എനിക്ക് ഒറ്റ മുഖം ഓർമ്മ വരുന്നുള്ളൂ അർജുന ഷോ. അവനെ അങ്ങനെ തന്നെ കോപ്പിടിക്കാൻ നോക്കി. അത്രേ. ഡയറക്ടറുടെ അടുത്താണ്. ഇത് ഹോട്ട്സ്റ്റാറിൻ്റെ 3ാമത്തെ വെബ് സീരീസ് ആണ്. ഇതിനു മുമ്പ് ചെയ്ത 2 വെബ് സീരീസിലും സിനിമ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഡയറക്ടേഴ്സാണ്. താങ്കളൊരു ഡെബ്യൂട്ടായിട്ട് ചെയ്യുന്നൊരു ഇതാണ്. അപ്പോൾ എങ്ങനെ അത്രത്തോളം ടഫായിരുന്നു ഇങ്ങനെ ഇത്രയും വലിയൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിനെ വെച്ചിട്ട് ചെയ്യാനായിട്ട്? ടഫായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ചെയ്യുന്ന വർക്കാണ്. ഞാൻ എന്നാലും കുറച്ച് വർഷമായിട്ട് ഞാനിവിടെ സംവിധായകനായി വർക്ക് ചെയ്യുന്നുണ്ട് മലയാള സിനിമയിൽ. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളും പിന്നെ ഗുരുക്കന്മാരുടെ നിന്ന് കിട്ടിയ എക്സ്പീരിയൻസുകളൊക്കെ എനിക്ക് ഇത് കുഴപ്പമില്ലാതെ കൊണ്ടുപോകാൻ എനിക്ക് ഹെൽപ്പായിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല രസമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. വെബ് സീരീസ് എന്നുള്ള രീതിയിൽ സിനിമയേക്കാൾ കുറച്ചുകൂടെ ഫ്രീഡം ഉണ്ട്. കുറച്ചുകൂടെ ആക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ട്, കുറച്ചുകൂടെ ക്യാരക്ടേഴ്സിൻ്റെ ലൈഫ് ഉണ്ടാവും, അവരുടെ കുറച്ചുകൂടെ ഡീറ്റെയിലിംഗ് ഉണ്ട്. അപ്പോൾ ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു നമ്മളെ സംബന്ധിച്ച് ഇതിൻ്റെ ഒരു ഷൂട്ടിങ്ങും പരിപാടിയൊക്കെ. പിന്നെ പരമാവധി ഈ ഹ്യൂമർ ഷൂട്ടിംഗ് സമയത്ത് ഞാൻ മാക്സിമം ശ്രദ്ധിച്ചിട്ടുള്ളത് ഇവരെ പേടിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ്. ക്യാമറ മുന്നിൽ വരുന്നവർക്ക് ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഞാൻ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുന്നൊരു സമയമാണെങ്കിൽ പോലും മുഖത്തെ ടെൻഷനൊക്കെ മറച്ചു പിടിച്ചൊരു ചിരി വെച്ചിട്ടാണ് ഞാൻ ഇതിനടുത്തേക്ക് പോവുക. അപ്പോൾ ആർക്കും ഒരു ടെൻഷൻ ഇല്ലാതെ എല്ലാവർക്കും കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുത്ത് അവരുടെ മാക്സിമം പെർഫോമൻസ് പുറത്തെടുക്കാനാണ് നോക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് തോന്നുന്നത് എനിക്ക് എല്ലാവരുടെയും ഒരു മാക്സിമം പെർഫോമൻസ് അതിനകത്ത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാസർഗോഡിന് ശേഷം വരുന്ന ഒരു വെബ് സീരീസ് ആണിത്. അപ്പം നേരത്തെ ചോദിച്ചൊരു അഡീഷൻ സണ്ണി ഇപ്പൊ പറഞ്ഞു. അർജുൻ സണ്ണിയുടെ റിയൽ ലൈഫ് അടിച്ചത്
അപ്പൊ ആക്ച്വൽ സൈക്കിൾ ഇവിടെ ഇരിക്കും. കാസർഗോഡ് വെബ് സീരീസ് അല്ല, അല്ല, കാസർഗോഡിന് ശേഷം വരുന്ന വെബ് സീരീസ് ആണിത്. അപ്പം ഒരു വെബ് സീരീസിലേക്ക് വരുമ്പോൾ വേലാതൊട്ട് സിനിമ വൈകാട്ടിൽ സിനിമ വരുന്നത്. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഒരു വെബ് സീരീസിന്റെ അനുഭവങ്ങൾ? എങ്ങനെയുണ്ടായിരുന്നു? എനിക്കൊന്നാമത് ഞാൻ ഫസ്റ്റ് ടൈമാണ് വയനാട് ഇത്രയും സമയം ഒരു സിനിമ ഷൂട്ട് ചെയ്യുന്നത്. നീലാക്സിൻ്റെ സമയത്താണ് ചെറിയൊരു പോർഷൻ അവിടെ ഷൂട്ട് ചെയ്തത്, ഒരു സോങ്ങിൻ്റെ. ത്രൂ ഔട്ട് ഒരു വെബ് സീരീസ് അവിടെയാണ്, വയനാടാണ് ഷൂട്ട് ചെയ്തത്. ഞാൻ തന്നെ എൻ്റെ നാട്ടിൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു ഇത്ര വർഷമായിട്ട്. അപ്പോൾ ഈ വെബ് സീരീസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് മനോഹരമായിട്ടുള്ള ലൊക്കേഷൻസിലാണ് നമ്മൾ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ ഇതൊരു ത്രൂ ഔട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതൊരു കംപ്ലീറ്റ്ലി ഒരു ഫൺ ഫിൽഡ് എൻ്റർടൈൻമെൻ്റ് ആണ്, അല്ലെങ്കിൽ എൻ്റർടൈനർ ആണ് ഈ ഒരു വെബ് സീരീസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റർ അതായത് എല്ലാത്തിലും, അതായത് ഓരോ സീൻസിലും നർമ്മം കൊണ്ടുവരാൻ കൃത്യമായിട്ട് അതിനെ ശ്രമിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് ചെയ്യുമ്പോൾ വളരെ എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ച് ഹാപ്പി ആയിട്ടാണ് നമ്മളത് ചെയ്തുകൊണ്ടിരുന്നത്. എസ്പെഷ്യലി എൻ്റെ പോർഷൻസിൽ ഞാൻ അങ്ങനെയാണ് കൂടുതലും ഞാൻ പിന്നെ വളരെ ഹാപ്പി ആയിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഡയറക്ടറും നമ്മളൊക്കെ അത് സീക്വൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾ തന്നെ അത് കുറച്ചേരം ചിരിച്ചിട്ട് ചിരിയൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെയാണ് ചെയ്തിട്ടുള്ളത്. ഓവറോൾ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ് വെബ് സീരീസ്. കാരണം ഒരു യൂണിറ്റും അല്ലെങ്കിൽ നമ്മുടെ സിനിമയിലുള്ള എല്ലാ ആളുകളും അതേ യൂണിറ്റിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ ആൾക്കാർ, പിന്നെ ഇപ്പം എല്ലാ സിനിമയിലുള്ള അതേ ആൾക്കാർ തന്നെയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അങ്ങനെ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ലെങ്കിലും ഈ പറഞ്ഞ പോലെ ഇത് വളരെ എൻജോയ് ചെയ്തിട്ട് ചെയ്തൊരു വെബ് സീരീസ് ആണ്. അത് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നതാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഒരു നല്ല കഥാപാത്രം ചെയ്തതിൽ സന്തോഷമുണ്ട്. ഹോട്ട്സ്റ്റാറിൻ്റെ രണ്ടാമത്തെ വെബ് സീരീസിലാണ് ഇപ്പോൾ ഞാൻ അഭിനയിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു നല്ല പ്രൊജക്റ്റായിരിക്കും. ഓഡിയൻസിന് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് തമാശ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചേർത്ത് കോർത്തിണങ്ങിയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതിൻ്റെ സംവിധായകനെയും പ്രവീണിനെയും നിർമ്മാതാക്കളെയും റൈറ്ററെയും ഒക്കെ വളരെ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ആക്ടേഴ്സും, ഇരിക്കുന്നവരെല്ലാവരെയും, മറ്റ് ഇവിടെ ഇരിക്കുന്ന പല ആർട്ടിസ്റ്റുകളുണ്ട്, അവരൊക്കെ എല്ലാവരുടെയും സഹകരണം. പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്തുള്ള ഞങ്ങളുടെയൊക്കെ അനുഭവമായിരുന്നു. ആ വയനാട്ടുകാർ വളരെയധികം ഞങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിച്ചു. അത്രയധികം ദിവസം ഷൂട്ട് ചെയ്തപ്പോഴും അതിനകത്ത് ഒരാൾ പോലും ഈ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഒരു കാര്യം ഞങ്ങൾക്ക് ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റു എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം. അതെല്ലാം തന്നെ ഞങ്ങളുടെ വർക്കിനെ വളരെയധികം ഒരുപാട് ഗുണകരമായി അത് ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല രീതിയിൽ തന്നെ ഭവിച്ചിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് ഈ ഒരു സബ്ജക്റ്റ് കാണാൻ വേണ്ടി, അഭിനയിച്ച ഞങ്ങൾക്കൊക്കെ തന്നെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എല്ലാ കഥാപാത്രങ്ങളുടെ ജീവനുള്ള കഥാപാത്രങ്ങളാണ്. ഒപ്പം എൻ്റെയും എന്തായാലും വളരെ സന്തോഷം. 5-ാം തീയതി റിലീസ് ചെയ്യുന്ന എല്ലാ ഭാവങ്ങളും ഞാൻ നേരുന്നു.